പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് ഓരോ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞ് ചെയ്യണം. നമ്മൾ ചിന്തിക്കുന്ന വിഷയം, എന്തിനു നമ്മൾ കുമ്പസാരിക്കണം? കുമ്പസാരത്തിന്റെ അധികാര ശക്തി എന്താണ്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ കണ്ടു, നമ്മളെല്ലാവരും ദുർബലരാണ്, തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ദുർബലതയിലും ഈ ചാഞ്ഞിരിക്കുന്ന അവസ്ഥയിലും നമ്മളൊക്കെ വീണു പോകാനും അതിലൂടെ പാപം ചെയ്യാനൊക്കെ ഒത്തിരി സാധ്യതയുണ്ട്. ഇനി പാപം ചെയ്താല് പാപത്തിന്റെ ശക്തി, പാപത്തിന്റെ ആധിപത്യം, പാപത്തിലൂടെ പിശാചിന് ലഭിക്കുന്ന നിയമപരമായ അവകാശം ഇതെല്ലാം കടന്നു വരും. പാപം എവിടെയുണ്ടോ അവിടെ ഒത്തിരി അന്ധകാരത്തിന്റെ, പൈശാചികതയുടെ, ഒത്തിരിയേറെ അസ്വസ്ഥതയുടെ ആധിപത്യം കടന്നു വരും. അതുകൊണ്ട് നമ്മൾ വീണു പോകും. പാപം വരുത്തിവെക്കുന്ന വിന വളരെയേറെ വലുതാണ്. അതിൽ നിന്ന് മോചനം നമുക്ക് ലഭിക്കുന്നത് പാപമോചനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഈശോ ലോകത്തിന്റെ പാപങ്ങൾ നീക്കാൻ വേണ്ടി വന്ന് പാപം ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചതിന് ശേഷം ഈ അധികാരം, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അത് ക്ഷമിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ ബന്ധിക്കപ്പെട്ടിരിക്കും. അപ്പൊ ഈ മോചിപ്പിക്കാനുള്ള വലിയൊരു അധികാരം ഈശോയാണ് ശ്ലീഹന്മാർക്ക് കൊടുത്തതും അത് സഭയിലൂടെ കൈമാറി പൗരോഹിത്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുമ്പസാരിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മുടെ ആവശ്യമാണ്. നമ്മൾ ദുർബലരാണ്, നമ്മൾ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നവരാണ്. വീണു പോയാൽ പാപത്തിന്റെ ശക്തി നമ്മുടെ മേൽ വരും. ഇത് വന്നാൽ പിന്നെ നമ്മുടെ രോഗങ്ങള്, ചില ശാപങ്ങള്, ചില തകർച്ചകള്, പിശാചിന് കിട്ടുന്ന നിയമപരമായ അവകാശങ്ങള് നമ്മുടെ സാമ്പത്തിക ജീവിതത്തെ, കുടുംബത്തെ, പൗരോഹിത്യത്തെ, പഠനത്തെ എല്ലാത്തിനെയും സ്വാധീനിക്കും. അതുകൊണ്ട് നമ്മൾ പറയും, അടുപ്പിച്ചടുപ്പിച്ച് കുമ്പസാരിക്കുക, അതുപോലെ വിശുദ്ധീകരണത്തിലായിരിക്കുക, പാപമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മെ തന്നെ നയിക്കണം. അതിനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഈ കൂദാശ. നമുക്കറിയാം, നല്ല കുമ്പസാരം നമുക്ക് ലഭിച്ചാല് ആരൊക്കെയോ അക്കരേശ്വര് പറയണ്ടായി, നമുക്കും കുമ്പസാരം തുടങ്ങിയാൽ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് ആരൊക്കെയോ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കുമ്പസാരത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമുക്കത് ദൈവികമായ ഇടപെടലിന്റെ, കൂദാശയുടെ, കൃപയുടെ വലിയ ശക്തി നമ്മളിലേക്ക് വരുമ്പോ ആ പാപം തന്നെ, ഈശോ പറഞ്ഞില്ലേ, ഇനിമേൽ നിന്റെ പാപം ഞാൻ ഓർക്കുന്നില്ല. പാപം മാറി കിട്ടി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താ? സങ്കീർത്തനം 32:1-2 കർത്താവിന്റെ വചനം പറഞ്ഞിട്ടുണ്ട്, അകൃത്യങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. പാപം നിന്നെ വേട്ടയാടും. പാപഭാരം വളരെയേറെ വലുതാണ്. ഏറ്റവും വലിയ ഭാരമാണ് പാപത്തിന്റെ ഭാരം. അത് മനുഷ്യകുലത്തെ, നമ്മളെ നശിപ്പിക്കും. അതുകൊണ്ട് ഈശോ വന്നത് ഈ പാപം നീക്കാനാ, ഈ പാപഭാരം നീക്കി നമ്മെ മോചിപ്പിക്കാൻ. ഇതെല്ലാം അറിഞ്ഞാൽ, ഇതിന്റെ ഭവിഷ്യത്തുകൾ അറിഞ്ഞാൽ, പാപത്തിന്റെ ദൂരവ്യാപകമായ ഭവിഷ്യത്തുകളും അനന്തര ഫലങ്ങളും അറിഞ്ഞാൽ നമ്മൾ ആരും പാപത്തിൽ ജീവിക്കില്ല. പാപം ക്ഷമിക്കാനുള്ള നമുക്ക് അവകാശവും അല്ലെങ്കിൽ അവസരവും ഉള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് പോയി ഉപസാരിച്ച് അവസരം വിനിയോഗിച്ച് നമ്മൾ വീണ്ടും ദൈവകൃപയില് ഈ ഭാരമിറക്കി വെച്ച് ദൈവികമായ ശക്തിയിൽ നമ്മൾ കടന്നു വരും. എന്നാൽ ഇന്ന് നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ വലിയൊരു ഭാഗ്യമാണ് ഈ പാപമോചനത്തിന്റെ ഭാഗ്യം. കാരണം അനേക മക്കൾക്ക് കുമ്പസാരമില്ല. പാപമോചനം കിട്ടാതെ പാപത്തിന്റെ ഭാരം പേറി, അതിന് ശാപം പേറി, അതിന്റെ കടങ്ങൾ പേറി, അതിലൂടെ പിശാചിന് ഒരവകാശം കിട്ടി, പിന്നെ പിശാച് നയിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ മാറിപ്പോകും. അതുകൊണ്ട് പെട്ടെന്ന് ദുശ്ശീലങ്ങളിൽ പെടും, പെട്ടെന്ന് കൂട്ടുകൂടി പോകും, പെട്ടെന്ന് ജഡിക പാപത്തിൽ വീഴും, പെട്ടെന്ന് അവർ വയലന്റ് ആവും, അനുസരണക്കേട് കാണിക്കും. ദൈവകൃപ ഇല്ലായ്മ നമ്മുടെ മക്കളിൽ നിന്ന് നശിപ്പിച്ചു കളയും. അതുകൊണ്ട് കുമ്പസാരത്തിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട്, അറിഞ്ഞുകൊണ്ട് കുമ്പസാരിക്കാനും പാപമോചനം നേടാനും, അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ആ ദൈവകൃപയും ഭാരം ചുമക്കുന്ന ഭാരമിറക്കി വെക്കലും, അതിലൂടെ വീണ്ടും വീണ്ടും അച്ഛൻ പറയാ, പിശാചിന് കിട്ടുന്ന നിയമപരമായ അവകാശവും അവസാനിപ്പിക്കാനുള്ള ഭാഗ്യമാണ് കുമ്പസാരം. അതുകൊണ്ട്
നമ്മുടെ സഭയുടെ ഔദ്യോഗിക എക്സോർസിസ്റ്റ് ആയിരുന്ന ഗബ്രിയേൽ അമോർത്തച്ഛൻ പറയുന്നുണ്ട്, ഒരു നല്ല കുമ്പസാരം 1000 ഭൂതോച്ചാടനത്തെക്കാൾ ശക്തമാണ്. ഒരു നല്ല കുമ്പസാരം കുമ്പസാരിച്ചാൽ പിശാചിന് നമ്മുടെ മേലുള്ള നിയമപരമായ അവകാശങ്ങൾ അവസാനിക്കും. നമ്മൾ പിശാചിനെ ഇടപെടാൻ പറ്റാത്ത രീതിയിലുള്ള കരുത്തും ശക്തിയും ആർജിക്കും. അതുകൊണ്ട് കുമ്പസാരത്തെ വിലമതിച്ച്, കുമ്പസാരത്തെ അറിഞ്ഞ്, നമ്മുടെ അവസ്ഥയെ അറിഞ്ഞ്, ഈ കുമ്പസാരത്തിന്റെ ആവശ്യകത അറിഞ്ഞ് കുമ്പസാരിച്ച് ഈ അഭിഷേകം പ്രാപിക്കുവാൻ നമ്മുടെ മക്കൾക്കിടയാകണം, നമുക്കും ഇടയാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വന്തം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വലിയ കരുണയിലേക്ക് നമുക്ക് കടന്നു വന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളെ അറിഞ്ഞ്, ഞങ്ങളുടെ അവസ്ഥയെ അറിഞ്ഞ് അങ്ങ് ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അങ്ങ് വന്നത് ലോകത്തിന്റെ പാപങ്ങൾ നീക്കാനാണ്. കാരണം ഞങ്ങൾ ദുർബലരാണ്, തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നവരാണ്. ഞങ്ങൾ വീണ് പോയേക്കാം, ഞങ്ങൾ പാപം ചെയ്തേക്കാം. അതുകൊണ്ട് അതെല്ലാം അറിഞ്ഞുകൊണ്ട് അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്നു. അങ്ങ് പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല, പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരം അങ്ങയുടെ സ്ലീഹന്മാരിലൂടെ സഭയ്ക്ക് പൗരോഹിത്യത്തിന് പരമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പാപഭാരം ഇറക്കി വയ്ക്കാൻ അങ്ങ് കുമ്പസാരം എന്ന കൂദാശ നൽകി. ഈശോയെ, എന്തുമാത്രമാ ഞങ്ങളെ അറിഞ്ഞ് സ്നേഹിക്കുന്നത്. ഞങ്ങളെ അവിടുന്ന് അറിഞ്ഞ് സ്നേഹിക്കുമ്പോ അതറിഞ്ഞ് ജീവിക്കാൻ ഞങ്ങൾക്ക് കർത്താവേ ഇടയാകണം. പക്ഷെ അതറിയാതെ ഞങ്ങളുടെ മക്കള് ഇന്ന് പാപത്തിൽ, പാപഭാരത്തില്, അതിലൂടെ പൈശാചികതയില്, പിശാച അടിമത്തത്തില് ഒടുങ്ങിക്കിടക്കുക. കുമ്പസാരിക്കാതെ, അങ്ങയിലേക്ക് തിരിച്ചു വരാതെ, പാപം നീക്കുന്ന അങ്ങയെ സ്വന്തമാക്കാതെ ഈശോയെ, ഞങ്ങളുടെ മക്കളും ഒത്തിരി പാപം ചെയ്തു പോകുന്നു. വീണ്ടും വീണ്ടും പാപത്തിന്റെ ഭാരം പേറി, അതിന്റെ ശാപം പേറി, അതിന്റെ കടങ്ങളെ പേറി ജീവൻ നഷ്ടപ്പെട്ട് പിശാചിന് നിയമപരമായ അവകാശം ഞങ്ങൾ കൊടുക്കുന്നു. ഈശോ അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ടാണല്ലോ അങ്ങ് ദിവ്യകാരുണ്യമായിട്ട് ഞങ്ങളുടെ കൂടെ വസിക്കുന്നത്. ഈശോയെ, അങ്ങയുടെ വലിയ കരുണ, അങ്ങയുടെ മഹത്വത്തിന്റെ സമ്പന്നത തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കരുണയിലേക്ക് തിരിയാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, സഭയെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ അനുഗ്രഹം പ്രാപിക്കാൻ ഈ ലോകത്തിലുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവമക്കള്, കുഞ്ഞുമക്കള് ഈ സത്യം അറിഞ്ഞ് ഈ കുദാശ അങ്ങയെ സ്വന്തമാക്കാൻ കൃപ നൽകണമേ. കർത്താവെ, പാപത്തിൽ കുടുങ്ങി കുമ്പസാരമില്ലാതെ, കുദാശയില്ലാതെ അങ്ങിൽ നകന്നു കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. തിരിച്ചറിവ് നൽകണമേ, ആവശ്യകത ബോധ്യപ്പെടുത്തി കൊടുക്കണമേ. അങ്ങയുടെ വലിയ കരുണ, പാപമോചനത്തിലൂടെ ഏറ്റവും വലിയ പാപിക്കാണ് എന്റെ കരുണയിൽ ശരണപ്പെടാനുള്ള ഏറ്റവും വലിയ അവകാശം എന്ന് പറഞ്ഞ് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ അങ്ങയുടെ മഹാകരുണ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ആ സ്നേഹം സ്വന്തമാക്കാൻ, ആ കരുണ സ്വന്തമാക്കാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയിലേക്ക് തിരിയുവാൻ, പാപത്തെ വെറുത്തുപേക്ഷിച്ച് ഏറ്റുപറഞ്ഞ് അങ്ങയിലേക്ക് ഓടി അണയുവാൻ സുഭാഷിതം 28:13 പറഞ്ഞ പോലെ തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല. അതനുതപിച്ച് ഏറ്റുപറയുന്നവന് കർത്താവെ അനുഗ്രഹം ലഭിക്കും, കരുണ ലഭിക്കും. ആ കരുണ സ്വന്തമാക്കാൻ കർത്താവെ ഏറ്റുപറഞ്ഞ് അങ്ങയിലേക്ക് ഓടി അണയുവാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ, ഞങ്ങൾക്കും ഇടയാകട്ടെ. മാനസാന്തരത്തിന്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, കുമ്പസാരത്തിന്റെ വലിയ ഭാഗ്യം അനുഭവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ എല്ലാ മക്കളെയും ദിവ്യകാരുണ്യസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അതിനായി അവിടുത്തെ ആശീർവാദം നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലനായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ വരങ്ങളും ചിന്തി കൃപകൾ ചൊരിഞ്ഞ് അങ്ങയുടെ പ്രകാശത്തിൽ
അവബോധം പശ്ചാത്താപം നൽകി ഇങ്ങനെയൊക്കെ തിരിയുവാൻ, കുമ്പസാരം എന്ന കൂദാശ സ്വന്തമാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അങ്ങയിലേക്ക് തിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുള്ള അനുഗ്രഹം ആശീർവാദത്തിലൂടെ സ്വീകരിച്ചേ. എൻ്റെ മക്കൾക്ക് വേണ്ടി സ്വീകരിച്ചേ. ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനുതാപത്തിന്റെ മാനസാന്തരത്തിന്റെ തിരിച്ചുവരവിന്റെ കൃപ ഞങ്ങളുടെ മക്കൾക്ക് നൽകി കർത്താവെ അനുഗ്രഹിക്കണമേ. ഇതിന്റെ ആവശ്യകത കർത്താവെ ഞങ്ങളുടെ മക്കൾ അറിയട്ടെ. ആമേൻ.